സംസ്ഥാനത്തെ തുടർഭരണത്തിനെതിരായ വിമർശനങ്ങൾക്കിടെ കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ കെ സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി സർക്കാർ. സാഹിത്യ അക്കാദമി ഭരണസമിതിയുടെ കാലാവധി സർക്കാർ നീട്ടി. മെയ് 31 വരെയാണ് കാലാവധി നീട്ടിയത്. കാലാവധി മാർച്ചിൽ അവസാനിക്കാനിരിക്കെയാണ് നടപടി. 2022 സച്ചിദാനന്ദൻ അധ്യക്ഷനായ ഭരണസമിതി ചുമതലയേറ്റത്. രണ്ട് മുന്നണികളും മാറി മാറി ഭരിക്കുന്നതാണ് കേരളത്തിന് നല്ലതെന്നായിരുന്നു സച്ചിദാനന്ദന്റെ നിലപാട്. ഇതിനെ എതിർത്ത് CPIM നേതാക്കൾ അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു. കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ കെ സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ സർക്കാർ. സംസ്ഥാനത്തെ തുടർഭരണത്തിനെതിരായ വിമർശനങ്ങൾക്കിടയിലും കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ കെ സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാനൊരു നീക്കം നടത്തുകയാണ് ഇപ്പോൾ സർക്കാർ. സാഹിത്യ അക്കാദമി ഭരണസമിതിയുടെ കാലാവധിയാണ് ഇപ്പോൾ സർക്കാർ നീട്ടിയിരിക്കുന്നത്. മെയ് 31 വരെയാണ് കാലാവധി നീട്ടിയിരിക്കുന്നത്. കാലാവധി മാർച്ചിൽ അവസാനിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു നടപടി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. 2022 സച്ചിദാനന്ദൻ അധ്യക്ഷനായ ഭരണസമിതി ചുമതലയേറ്റത്. രണ്ട് മുന്നണികളും മാറി മാറി ഭരിക്കുന്നതാണ് കേരളത്തിന് നല്ലതെന്നൊക്കെയായിരുന്നു സച്ചിദാനന്ദന്റെ ഒരു നിലപാട്. ഇതിനെ എതിർത്ത് CPIM അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. എന്തായാലും സംസ്ഥാനത്തെ തുടർഭരണത്തിനെതിരായ വിമർശനങ്ങൾക്കിടെ വീണ്ടും സർക്കാർ ഒരു നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായ കെ സച്ചിദാനന്ദനെ അനുനയിപ്പിക്കാനൊരു നീക്കമാണിപ്പോൾ സർക്കാർ നടത്തുന്നത്. സാഹിത്യ അക്കാദമി ഭരണസമിതിയുടെ കാലാവധിയാണ് ഇപ്പോൾ സർക്കാർ നീട്ടിയിരിക്കുന്നത്. മെയ് 31 വരെയാണ് കാലാവധി നീട്ടിയത്.